അടുത്തത് ഇടവക്കൂറാണ്, ടോറസ് എന്നാണ് പറയുക. കാർത്തികയുടെ അവസാനത്തെ 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. കർമ്മസ്ഥാനത്ത് ആണ് പ്രധാന ഗ്രഹങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ കിട്ടേണ്ട ചില സ്ഥാനക്കയറ്റങ്ങളും ഒക്കെ അത് ചർച്ചയിലേക്ക് വരും. അത് മിക്കവാറും അത് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാവുകയും ചെയ്യും. ചില അധിക ചുമതലകളും നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം. ധനം പരമായിട്ട് അവർക്ക് അനുകൂലമാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ ഒക്കെയുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്നത് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് കഴുത്ത്, തൊണ്ട, അതുപോലെ ശബ്ദം സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഥവാ അങ്ങനെയുള്ള പ്രത്യേകിച്ച് രോഗങ്ങൾ അത് സംബന്ധിച്ചുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ അനുകൂലമാണ് കാര്യങ്ങളൊക്കെ. കുടുംബജനങ്ങൾ, മക്കളും ഭാര്യ, അച്ഛനമ്മമാർ മുതലായിട്ടുള്ളവർ ഒക്കെ വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു ആഴ്ചയായിട്ട് വിചാരിക്കാവുന്നതാണ്. പരിഹാരമായിട്ട് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമ ജപം നടത്തുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുന്നതും ഒക്കെ വളരെ നല്ല സൽഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്.